ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കോളേരി ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ? പെരിന്തൽമണ്ണ വെട്ടത്തൂര് പറമ്പെന്ന് പറയുന്ന സ്ഥലത്താണ്. നിരന്ന പറമ്പട്ടെന്ന് നാക്കുന്നതായി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടില്ലേ, കാണുന്ന വീട്, ഇത് നമ്മൾ 13 വർഷം താമസിച്ച വീടാണ്. നമ്മൾ പെരിന്തൽമണ്ണയായിരുന്നു ഒരു 13 വർഷം. അപ്പോൾ നമ്മൾ ഇവിടെ താമസിച്ച വീടാണ് ഈ കാണുന്നത്. നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണാം. റഫീഖേ, ഇതെന്ന് വന്നത് തത്തേനെയും പിന്നെ ഇതാ റഫീഖാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന അവരാണ് ഈ സ്ഥലം എടുത്തത്. നമുക്കിവിടെ 5 സെൻറ്റ് സ്ഥലവും ഈ വീടുമായിരുന്നു. അതാണ് നമ്മൾ പിന്നെ വന്നിട്ട് കോളേരിയിൽ സ്ഥലം വാങ്ങിയത്. ഫസ്റ്റ് നമ്മൾ വട്ടത്താനിയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ നാടാണിത്. ഹസ്ബൻഡ് ജനിച്ചും വളർന്നതൊക്കെ വയനാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഒരു കൂട്ടി ഉണ്ടാക്കിയ വീടാണ് കേട്ടോ ഇത്. അറിയാലോ, അന്ന് ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോലി ചെയ്യാൻ. കൂലിപ്പണിയായിരുന്നു. ആ കൂലിപ്പണിയും പിന്നെ ഞാനിവിടെ അംഗൻവാടിയിലൊരു താൽക്കാലിക വർക്കറായിട്ട് ഞാനിവിടെ കയറിയതാണ്. മക്കളെയും കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും എല്ലാ സ്വപ്നങ്ങളും കൂട്ടിയിണക്കി ഞങ്ങൾ ഉണ്ടാക്കിയ വീടാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങോട്ടായിരുന്നു, ഇത് ഇതിൻ്റെ ബാക്കായിരുന്നു കേട്ടോ. ഇവരിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ടാക്കിയതാണ്. ആദ്യം നമ്മുടെ വീടിൻ്റെ ബാക്കായിരുന്നു. ഇതാ ഈ സിറ്റ് ഔട്ടും ഒന്നും അന്നുണ്ടായിരുന്നില്ല. ഞാൻ വീടെല്ലാം കാണിച്ചു തരാം. ഇത് ചേട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ട് രാത്രിക്കൊക്കെ ആയിരിക്കും കേട്ടോ. രാവിലെ പണിക്ക് പോകും. പണിക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹാളാണ്. ഇതാണ് ഹാള്. ഈ കാവ്യമൊക്കെ ഇട്ടേക്കുന്നാണ്ടില്ലേ, ഈ കാവ്യമൊക്കെ 3 മണി 4 മണി നേരത്തൊക്കെ ഇരുന്ന് ഒരതി റെഡിയാക്കുമായിരിക്കും. ഞാനും ചേട്ടനും കൂടെ. ഞാനാണ് ഹെൽപ്പറായിട്ട് കൂടെ നിൽക്കുന്നത്. എൻ്റെ ചേട്ടൻ ആ പണിയൊക്കെ എടുക്കുമായിരിക്കും. ഫസ്റ്റിലെ നമുക്ക് ഈ 2 ബെഡ്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ അമ്മന? അന്ന് തേച്ചിട്ടില്ലല്ലോ. ഇതേപോലെ വൈറ്റ് വാഷ് അടിച്ചിട്ട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇത് തേച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ അന്നൊക്കെ നമ്മൾ ഭിത്തിയോട് കൂട്ടി ഈ കബോർഡ് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ഇത് നമ്മുടെ മുറി. ഇതിലായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെയൊക്കെ ജീവിതവും അതൊക്കെ അറിയാമല്ലോ, ഡ്രസ്സ് അടുക്കി വെച്ചോണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴുണ്ടല്ലോ, ഇത് വയറിങ് നമ്മൾ ഇവിടെ കറണ്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ഞങ്ങളിവിടെ 3-4 വീട്ടുകാർ കൂടിയെടുത്ത കറണ്ടാണ്. ഇതൊക്കെ അന്ന് ഏറ്റവും നല്ല കറണ്ട്, ഇതിൻ്റെ നല്ല പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ. അന്നൊക്കെ നമുക്കൊരു അതിശയമായിരുന്നു. ഒന്നുമില്ലാത്ത, അതായത് 1999 2000 കാലഘട്ടത്തിലാട്ടോ ഇത് ഒരു ബെഡ്റൂം, വേറൊരു ബെഡ്റൂം. നമ്മൾ വെള്ള പെയിൻ്റ് ആയിരുന്നു അടിച്ചത്. ഇപ്പോൾ ഇവരിങ്ങ് മാറിയപ്പോഴാണ് ഇത് നമ്മുടെ വേറൊരു ബെഡ്റൂം. കുട്ടികളും അമ്മയൊക്കെ ഇതായ ബെഡ്റൂം. എല്ലാത്തിനും ഇങ്ങനെ ഓരോ റാക്കും, റാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റാൻഡും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലിങ്ങനെ തുണി അടുക്കി വെക്കും. പിന്നെ ചെറിയ അലമാരകളും. അന്നത്തെ കാലമൊക്കെ അറിയാലോ, ഒന്നും അധികം ഇല്ല, ഉള്ളതിൽ നിന്ന് ഒരു കൂട്ടിയുള്ള ജീവിതമല്ലായിരുന്നോ. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പന, അതായത് കരിമ്പന വാങ്ങിയിട്ട് അത് പിന്നെ ഈർന്ന് അത് ഇതാക്കിയതാണ്. ഇത്രയും വർഷത്തെ ഇതുണ്ട്, ഇന്ന് വരെ ഇത് പോയിട്ടില്ല. ഇവർ വീട് വാർക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് പിടിപ്പിച്ച, രാത്രിക്കൊക്കെ പിടിപ്പിച്ച ഇതൊക്കെ പിടിപ്പിക്കുക ഒരു കഥയാണ് കേട്ടോ. ഇതെല്ലാം തേച്ച് മിനുക്കി നെറ്റി വെച്ചിട്ടൊക്കെ ഉറക്കമില്ലാതെ രാത്രിക്കൊക്കെയാണ് ഈ വീടിൻ്റെ പണികൾ മുഴുവൻ രാത്രിക്ക് എടുത്തേക്കുന്നതാ. ഈ റൂം ഉണ്ടായിട്ടില്ല അന്ന്. നമ്മൾ ഈ റൂമും പിന്നെ ഇതും കൂടെ കൂട്ടിയിട്ട്, ആമിന ഒന്ന് വാ, നമ്മുടെ അടുക്കള. ഇവിടെയായിരുന്നു നമുക്ക് അടുപ്പ് കേട്ടോ. ഇവിടെയായിരുന്നു നമുക്ക് അടുപ്പ്. ഇത് പിന്നെ മാറ്റിയിട്ട് ഇവിടെ ഒരു റൂമാക്കി എടുത്തു. ഇവർക്ക് 4 പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഈ പറഞ്ഞ മാതിരി നമ്മളെ പോലെ തന്നെ ഒരു കൂലിപ്പണി എടുക്കുന്ന റഫീഖാണ് ഈ വീട് എടുത്തേക്കണത്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതിൽ വീടൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ തന്നെ പറഞ്ഞു, ആ വീടൊക്കെ ഇങ്ങനെ ഞങ്ങൾ കാണിച്ചാൽ ആരെന്തോർക്കും. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ താമസിച്ച വീടല്ലേ, അപ്പം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, നിങ്ങളൊന്നും ഇതാകണ്ടാതെ. ഇവിടെ ആയിരുന്നു സ്ലാബൊക്കെ വെച്ചിരുന്നത്. ഇതായിരുന്നു നമ്മുടെ അടുക്കള. ഈ ചുമരില്ലാതെ അപ്പുറം നേരത്തെ കാണിച്ച ആ ബെഡ്റൂമും കൂടെ കൂട്ടിയിട്ട് അടുക്കള അങ്ങോട്ട് നമ്മൾ നീണ്ട് കിടക്കുമായിരുന്നു അടുക്കള.
എന്നിട്ട് അപ്പുറത്തെ മുറിയിൽ മറ്റേ ഇതൊക്കെ സ്ലാവൊക്കെ പിടിപ്പിച്ച് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ 13 വർഷം നമ്മൾ താമസിച്ച വീട് അല്ലേ. ഇത് നമ്മുടെ അടുക്കള നീണ്ടതാ 2 റൂമും ഇപ്പം ഇവർ ഇവിടെ നിന്ന് ഇതാക്കി വെച്ചതാണ് ആ വാതിൽ. നമ്മുടെ അടുക്കളയിലേക്ക് ഇവിടെയായിരുന്നു വാതിലുണ്ടായിരുന്നത്. നമ്മുടെ ഹാളിൽ നിന്നും കയറാൻ വേണ്ടി വെച്ചപ്പോൾ ഇതായിരുന്നു നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെ ആയിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. പക്ഷേ ഇവരിപ്പോൾ ഫ്രണ്ട് അങ്ങോട്ട് ആക്കിയത് കാരണം ഇത് ബാക്ക് ഇറങ്ങുന്ന വാതിൽ ഏതാണെന്നുള്ളത് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പണിസ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ ഇത് അപ്പുറത്തെ നമ്മുടെ തൊട്ട അയൽവാസി സുഹൃത്താത്താൻ്റെ ഒക്കെ വീടാട്ടോ തൊട്ട് കാണുന്നത്. ഇതിപ്പോൾ വീടൊക്കെ ഇപ്പോൾ പണി അന്ന് ഓടിച്ച വീടായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇതായതാണ്. അപ്പോൾ ചേട്ടൻ ഈ തെങ്ങ് ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ചേട്ടൻ പണിസ്ഥലത്ത് നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന കേട്ടോ. അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ഇതേ അത് പിന്നെ വെട്ടി ഇല്ലേ, എന്താ വെട്ടിയത് അമിന? പെരയിലേക്ക് വന്നുകൊണ്ട് അവർ വെട്ടിയതാണ്. അതൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇതില്ലാത്ത കേട്ടോ. നമുക്കറിയാലോ മലപ്പുറം ജില്ല അവിടുത്തെ ഒരു എന്താ പറയുക ഓർത്തഡോക്സായ അത് നമുക്ക് അങ്ങനെയുള്ള ഈ പെണ്ണുങ്ങളൊന്നും ക്യാമറേൻ്റെ മുന്നിൽ അങ്ങനെ വരത്തില്ല നമ്മൾ നിൽക്കുന്ന പോലെ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ചാച്ചൻ കൊണ്ട് തന്ന ചെന്തങ്ങാണ്. അതിതാ കായ്ക്കാൻ തുടങ്ങി. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചേച്ചിക്കൊക്കെ വിഷമമായിരിക്കും. അയ്യോ ഇതാ തെങ്ങ്. ഇപ്പം നമുക്ക് അരച്ച് കൂട്ടാനുള്ള തെങ്ങൊക്കെ നമ്മൾ കൊടുത്തു പോട്ടിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സൈഡ് ഭാഗം. ഇത് സൈഡ് ഭാഗം കണ്ടില്ലേ. ഇവിടെ ഇങ്ങോട്ട് ഫുള്ള് നമ്മുടെ കുടുംബങ്ങളാട്ടോ. ഇങ്ങോട്ട് നോക്കി നമ്മുടെ അവിടെ പോലെയല്ല. ഇവിടെയൊക്കെ അടുത്തടുത്തടുത്ത് 3 സെൻറ്റ് 5 സെൻറ്റ് അങ്ങനെയൊക്കെ എല്ലാം അടുത്തടുത്താണ് വീടുകൾ. ഇങ്ങോട്ടൊക്കെ നാത്തൂനാണ്. ഞങ്ങൾ ഇവിടെ വന്ന ആവശ്യം അറിയാലോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറുടെ മോൻ മരിച്ചിട്ട് അതിൻ്റെ ആവശ്യത്തിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഈ വീട് നമ്മൾ താമസിച്ച വീടൊന്നും എടുക്കാമെന്ന് വെച്ചത്. അത് പിന്നെ അതെ ഇയാളെ അറിയത്തില്ലേ, പുള്ളിക്കാരൻ ക്യാമറേൻ്റെ മുന്നിലൊന്നും വരാൻ താല്പര്യപ്പെടാത്ത ആളാണ്. ഇത് അവരിപ്പോൾ പുതിയതായിട്ടുണ്ടാക്കി അവരുടെ അടുക്കളയാണ്. അവർ വന്നതിന് ശേഷം ആൾക്കാരും കുട്ടികളും ഒക്കെ 3-4 കുട്ടികൾ 4-5 കുട്ടികളുണ്ട്. എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ അവർ ഉണ്ടാക്കിയ അടുക്കളയാണ്. ഇവിടേക്ക് അവർ ഒരു എന്താ പറയുക ഇതൊക്കെ വെക്കാനുള്ള സൗകര്യം. ഇവിടെ നമുക്കിത് 5 സെൻറ്റ് സ്ഥലമാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യം, ചെറിയൊരു സ്റ്റോറ് പാത്രം വെക്കാൻ അങ്ങനെയുള്ളതൊക്കെ ഇവരുണ്ടാക്കി. ഇത് പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത് മഹാഗണിയാട്ടോ. മഹാഗണീനെ കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് കണ്ടില്ലേ മഹാഗണി. ഇത് പിന്നെ നമ്മുടെ അമ്മ കുഴിച്ചിട്ടിയ ഒരു പ്ലാവാണേ. അമ്മ എവിടെന്നേലും ചക്കക്കുരു കിട്ടുമ്പോഴത്തേനൊക്കെ കുഴിച്ചിടും. അമ്മ കുഴിച്ചിട്ട് പ്ലാവാട്ടോ. ഇതിൽ നിറച്ചും ചക്ക ഉണ്ടായി, ഇഷ്ടംപോലെ ചക്ക. എന്നിട്ട് കണ്ടില്ലേ ഇതാ ഉള്ള സ്ഥലത്ത് എല്ലാം നമുക്കുണ്ടായിരുന്നു. പിന്നെ മഹാഗണിയൊക്കെ ആണെങ്കിലും ഇപ്പം വെട്ടാനായി. സോറി മഹാഗണി അല്ല കേട്ടോ, എനിക്ക് തെറ്റിപ്പോയി. അശോകം തെറ്റിപ്പോയതാണേ. ഇവിടെ ഈ പൈപ്പ് ഇതൊക്കെ ഇപ്പം ഇതാക്കിയതാണ്. ഈ പൂച്ചെടിയൊക്കെ ദേ ഇപ്പം ഉണ്ടാക്കിയതാണ്. ഇനി നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗമായിരുന്നു ഇത്. ഇതിവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ കൊട്ടി അടച്ചേക്കുവാണ്. നമ്മൾ ഇതാണ് നമ്മുടെ വാതിൽ. അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ വാതിൽ അതിവിടെ ഇതാക്കി. പിന്നെ ഇവിടെ നിറച്ചും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് പൂച്ചെടി കേട്ടോ. നിറച്ചും പൂച്ചെടി നമ്മൾ വെച്ചേക്കുമായിരുന്നു. ഫ്രണ്ട് അങ്ങോട്ടായത് കാരണം അവിടെ മൊത്തം പൂച്ചെടിയും ചെത്തിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് ഇങ്ങോട്ടാക്കി. ഇപ്പം ഇവർ കുട്ടികൾ ഇവിടെയൊക്കെ പറ്റും പോലെ പൂച്ചെടി. ഇത് ഈ 5 സെൻറ്റ് ഇവിടം കൊണ്ട് കഴിയുവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഉടമസ്ഥൻ്റെ സ്ഥലമാണ് അങ്ങോട്ടുള്ളതൊക്കെ. അതിപ്പം നമ്മളോട് അന്നൊന്നും നമുക്ക് അതിന് അലൗഡ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്തേലും അവർക്ക് പറ്റുന്ന കൃഷിയും കാര്യങ്ങളും. ഇത് കണ്ടില്ലേ ചരല് മണ്ണാണെങ്കിലും എല്ലാം ഉണ്ടാകുന്നുണ്ട്. പറ്റും പോലെ വാഴയും ചേനയും പെർമനൻ്റ് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൃഷി എടുത്ത് കഴിഞ്ഞോളാൻ പറഞ്ഞിട്ട്. മുരിങ്ങ പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഇതാണല്ലോ താളിക്കാൻ. മുരിങ്ങാമരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇവിടെ വന്നപ്പോൾ ഇതൊന്ന് എടുക്കാതെ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീട് നമ്മളെടുത്തത്. പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവർ മറിഞ്ഞിരുന്ന് അവിടെ ഇവിടെയൊക്കെ നമുക്ക് വേണ്ട ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പുതിയതായിട്ട് നമ്മുടെ ചാനൽ എല്ലാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ മൂലം ആരും അത് പറഞ്ഞില്ലേ. അപ്പം
നമ്മുടെ വീട് കണ്ടില്ലേ, സ്വപ്നങ്ങൾ ഒരു കൂട്ടി വെച്ച് നമ്മൾ എന്താ ചെയ്യുക, ഒരു 10 വർഷം ഒരു 11 വർഷം ഈ വീട്ടിൽ താമസിച്ചു. 2 വർഷം നമ്മൾ ഷെഡ് വെച്ചിട്ട് ഷെഡിലും താമസിച്ചു. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടല്ലോ അല്ലേ? എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വരാമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക്, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിർത്തട്ടെ.